ഹലോ, മിസ് കുക്കിംഗ് ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചക്കക്കുരു കറിയാണ്. തേങ്ങയൊക്കെ വറുത്തരച്ച ചക്കക്കുരു കറി. നമുക്ക് ആദ്യം വറവ് തയ്യാറാക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ച് കൊടുത്തു. ഇനി കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഇനി എണ്ണ ചൂടായി വരട്ടെ, നമുക്ക് തേങ്ങ ഇട്ട് കൊടുക്കാൻ. അങ്ങനെ നമ്മൾ 1/2 കപ്പ് തേങ്ങ ഇട്ട് കൊടുക്കാം. ഇത് നല്ല കുറച്ചൊക്കെ വറവായി വന്നിട്ട് നമുക്ക് ചുവപ്പായി വന്നിട്ട് ഇതിൽ പൊടികളൊക്കെ ഇട്ട് കൊടുക്കാം. അങ്ങനെ നമ്മൾ തേങ്ങയൊക്കെ വറവായി. നമ്മളിതിലേക്ക് 1 ടീസ്പൂണ് മല്ലിപ്പൊടി ഇട്ടെടുക്കാം. 1/4 ടീസ്പൂണ് വലിയ ജീരകത്തിൻ്റെ പൊടി. ഇനി ജീരകം അങ്ങനെ ഉണ്ടെങ്കിൽ ജീരകം ഇട്ട് കൊടുത്താലും മതി. ഇതിന് 3/4 ടീസ്പൂണ് മുളക് പൊടി. എരിവ് നമുക്ക് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. നമ്മൾ കുറച്ച് നേരം ചെറുതീയിലൊന്നും കൂടി വറുക്കുക. അങ്ങനെ നമ്മൾ ഇത് ഓഫ് ചെയ്യാം. ചൂട് പോയിട്ട് നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ നമ്മൾ ചക്കക്കുരു ഇട്ട് കൊടുക്കാം പാത്രത്തിൽ. ഇനി ഒരു സവാള കട്ട് ചെയ്തത്, 3 പച്ചമുളക് കീറിയത്, 1 മീഡിയം സൈസ് തക്കാളി ചെറുതായി കട്ട് ചെയ്തത്, കുറച്ച് കറിവേപ്പില, ഒരു 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. നമ്മളൊരു 4 വെളുത്തുള്ളി, ഒരു 4 ചുവന്നുള്ളി ചതച്ചിട്ട് കൊടുക്കാം. കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ചക്കക്കുരൊക്കെ വേവാൻ ആവശ്യത്തിന് വെള്ളം ഒഴിക്കുക. നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മൾ സ്റ്റൗവിൽ വെച്ച് കൊടുത്തു. ഇനി അടച്ച് വെച്ചിട്ട് വേവിക്കാം. അങ്ങനെ നമ്മൾ നേരത്തെ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. ഇനി ആവശ്യത്തിന് 1/2 മിനിറ്റ് ആവശ്യത്തിന് വെള്ളം കൂടുതൽ ഒഴിക്കണ്ട. വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ഫൈനാക്കിയിട്ട് അരച്ചെടുക്കുക. നമ്മളെ കറി ഇളക്കി കൊടുക്കാം. ചക്കക്കുരൊക്കെ പകുതി വേവായിട്ടുണ്ട്, കുറച്ചുകൂടി വേവാനുണ്ട്. അങ്ങനെ നമ്മൾ ചക്കക്കുരൊക്കെ നല്ല വേവായി. നമ്മൾ അരപ്പ് വെച്ച് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കാം. നല്ല ടേസ്റ്റാണ്. ഇങ്ങനെ വറുത്ത് തേങ്ങയൊക്കെ അരച്ചിട്ട് വെച്ചാൽ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചോറിൽക്കൊക്കെ നല്ല ടേസ്റ്റാണ്. എൻ്റെ ചാനലിൽ പോയാൽ വേറെ റെസിപ്പികളുണ്ട്, എല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കൊണ്ടും. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക. അതിൻ്റെ അടുത്തുള്ള ഓൾ എന്ന ബട്ടണും ക്ലിക്ക് ചെയ്യുക. കുറച്ചുകൂടി നമുക്ക് നല്ല കുറുക്കണ്ട്. ചൂടുവെള്ളം ഒഴിച്ച് കൊടുക്കുക കുറച്ച്. ഇനി നല്ല തിള വരണ്ട, ചെറുതായിട്ടും തിള വരട്ടേണ്ടി നമുക്ക് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മൾ ചക്കക്കുരുക്കറി ഇതാ ചെറുതായിട്ട് ഇങ്ങനെ തിള വന്നു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്യാം. എന്നിട്ട് താളിപ്പ് ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ അടുപ്പത്ത് ചട്ടി വെച്ചു. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. ഇനി കുറച്ച് ചെറിയുള്ളി, ഒരു വറ്റൽമുളക് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില, അങ്ങനെ നമ്മൾ ഉള്ളിയൊക്കെ നല്ലോണം ചുവന്ന് വന്നു. ഇനി നമുക്ക് കറിയിൽ വെച്ച് കൊടുക്കാം. നമ്മൾ കറിയിൽ ഒഴിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മൾ
നമ്മൾ ചക്കക്കുരു തേങ്ങ വറുത്തരച്ച കറി റെഡി. അങ്ങനെ നമ്മൾ വറുത്തരച്ച ചക്കക്കുരു കറി റെഡി. ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നല്ല ടേസ്റ്റാണ്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കനും ക്ലിക്ക് ചെയ്യുക, അതിൻ്റെ അടുത്തിൽ ഓൾ എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. അടുത്ത രൂപവുമായിട്ട് വീണ്ടും വരാം. താങ്ക് യു.